ഫോർത്ത് ക്ലാസ് ആണുള്ളത്. പെയർ ഓഫ് ഇക്വേഷൻസിലെ ഫസ്റ്റ് ഹെഡിങ് മെൻ്റൽ മാത്ത് ആൻഡ് ആൾജിബ്രയാണ്. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 8 പ്രോബ്ലംസ് ഉണ്ട്, 4 വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്, ഒരു കറക്ഷൻ ചെറുതായിട്ടുള്ളതൊന്നുണ്ട്. അതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 3.5 മീറ്ററാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ രീതിക്ക് ബെൻഡ് ചെയ്തിട്ടുള്ളത് 2 മീറ്ററും ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ രീതിക്ക് ബെൻഡാക്കിയിട്ടുള്ളത് ഇത്ര ആയിരിക്കും, 1.5 മീറ്ററും ആയിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ 2 + 1.5 3.5 മീറ്ററായിട്ട് വന്നത് കേട്ടോ. അത് ഞാൻ സെൻറ്റിമീറ്റർ എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് മാറ്റുക. സെൻറ്റിമീറ്ററാണ് ഉള്ളത്. എന്തായാലും പ്രോബ്ലംസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്റർ എന്നുള്ളിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടുള്ളൂ കേട്ടോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. 5ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ഹിൻ്റ് തന്നിട്ടുള്ളത്? ഒരു ക്ലാസ് റൂമിൽ ദർ ആർ 4 more ഗേൾസ് ദാൻ ബോയ്സ്. 4 ഗേൾസ് അധികമുണ്ട് ബോയ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഒരു ക്ലാസ്സിൽ ബോയ്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ബോയ്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഗേൾസ് വൈ ആണ്. ഈ ഗേൾസ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ x+4 ആണ്. ബോയ്സിനെക്കാട്ടിലും 4 ആൾക്കാർ അധികമാണ്. ഇത് നമുക്ക് കിട്ടിയതാണ്. ഇതാണ് എല്ലാ ദിവസവും ആ ഒരു ക്ലാസ്സിലുള്ള റിലേഷൻ, ആ ഒരു ക്ലാസ്സിൽ തമ്മിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ദിവസം നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ ബോയ്സ് ആബ്സെൻ്റ് ആയി, 8 ബോയ്സ് ആബ്സെൻ്റ് ആയി, x - 8 ആയി. ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ വൈ അല്ലേ, ഗേൾസിൻ്റെ എണ്ണം എന്തായി? ട്വൈസ് ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ബോയ്സിൻ്റെ ട്വൈസ് ആയി, അതായത് 2 × x - 8 ആയി. 2 × x - 8 ആയി. അപ്പം നമുക്കറിയാം ഗേൾസ് എന്താണ്, ഗേൾസിൽ മാറ്റമല്ല, ഗേൾസ് എപ്പോഴും ഒരേപോലെയാണ്. ബോയ്സാണ് 8 ആൾക്കാർ കുറഞ്ഞിട്ടുള്ളത്, ആബ്സെൻ്റ് ആയിട്ടുള്ളത്. ബോയ്സ് 8 ആൾക്കാർ ആബ്സെൻ്റ് ആകുമ്പോഴാണ് ഗേൾസിൻ്റെ തുക ബോയ്സ് 8 ആൾക്കാർ ആബ്സെൻ്റ് ആയതിൻ്റെ ഇരട്ടി ആവുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ആദ്യം അറിയാം ഗേൾസ് എന്ന് പറഞ്ഞാൽ x+4 ആണ്. അതുതന്നെയാണ് എന്ത്, ആൺകുട്ടികൾ 8 ആൺകുട്ടികൾ ഒരു ദിവസം ആബ്സെൻ്റ് ആയ സമയത്ത് അതിൻ്റെ ഇരട്ടി ആയപ്പോൾ 2 × x - 8. ഇതിന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? x+4 = 2 × x - 8 അല്ലേ. അപ്പോൾ 2 × x എന്ന് പറഞ്ഞാൽ 2x ആണ്, -8 എന്ന് പറഞ്ഞാൽ -2 × 8 ആണ്. അപ്പോൾ -16 എന്ന് വരും. ഇതിന്ന് -16 ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 4 + 16 ആയി. അതേപോലെ 2x ഉണ്ട് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലെ എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -x ആകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 20 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 20 കിട്ടി. എക്സ് നമുക്കറിയാം എന്താണ്, ബോയ്സിൻ്റെ എണ്ണാണ്. ബോയ്സ് = 20 കിട്ടിയില്ലേ. ഗേൾസ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് ബോയ്സിനെക്കാട്ടിലും 4 കുട്ടികളാണ് അധികം ഉള്ളത്. അപ്പോൾ ഗേൾസ് എത്ര ആയിരിക്കും? 20 + 4 എത്രയാണ്? 24. അപ്പോൾ ഗേൾസ് എത്രയാണ്? 24, ബോയ്സ് 20. അങ്ങനെ കിട്ടിയല്ലോ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its limit. ഒരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ നമുക്കറിയില്ല. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 ഫ്രാക്ഷൻ, x/y ആണ് ഫ്രാക്ഷനായിട്ട് എഴുതുന്നത്. അതിൽ ന്യൂമറേറ്ററിൽ ഒരു 1 ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ +1 ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം 1/3 ആയി. അത് 1ാമത്തെ ക്വസ്റ്റ്യന്. 2ാമത്തെ സെയിം ഫ്രാക്ഷനിൽ തന്നെ ഡിനോമിനേറ്ററിൽ അടിയിൽ താഴത്തിലാണ് 1 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 1/4 എന്നായി. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ x/y എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1ാമത്തെ ഇക്വേഷനും 2ാമത്തെ ഇക്വേഷനും 2 ക്വസ്റ്റ്യൻസും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ാമത്തിൻ്റെ y = 3 × x+1 കിട്ടി. 3 × x+1 അല്ലെങ്കിൽ y = 3x + 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y = 3x + 3 എന്ന് കിട്ടി. 2ാമത്തെ x/y+1 ആണ് 1/4, അതായത് 4x = y + 1 എന്ന്, അല്ലെങ്കിൽ y = 4x - 1 എന്ന് കിട്ടി. ഇത് 2 റിലേഷൻസും കിട്ടിയില്ലേ. അതിൽ നമുക്ക് വൈൻ്റെ വാല്യൂ ഉണ്ട്, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അതായത് 3x + 3 = 4x - 1 ആണ്. അപ്പോൾ എക്സിൻ്റെ ടേംസ് ഒരു സൈഡ് എടുക്കും, ബാക്കി ഇൻഡിജേഴ്സൊക്കെ ബാക്കി അത് ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പോൾ എന്താ കിട്ടുക? 3 + 1 = 4x, ലെഫ്റ്റ് സൈഡിലുള്ള 3xനെ റൈറ്റ് സൈഡിൽ കൊടുക്കും -3x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. x = 4 എന്ന് കിട്ടി. അത് നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമുക്കറിയാം y = 4x - 1 ആണെന്ന്. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി? 4 × x എന്താണ്? 4. 4 × 4 16. 16 - 1 15. അപ്പോൾ y എന്താണ്? 15 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? x/y എന്നുള്ള രീതിക്കല്ലേ എഴുതേണ്ടത്. അപ്പോൾ 4/15 നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ്
1,00,000 rupees in 2 schemes. 2 സ്കീമുകളായിട്ട് 1,00,000 എന്നുള്ളത് 100K ആണ്. കെൻ്റെ വാല്യൂ 1000 എന്നായിട്ടാണല്ലോ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 100 × 1000 1,00,000. അപ്പോൾ 100K rupees 2 സ്കീമുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്കീമിൽ 7%, രണ്ടാമത്തെ സ്കീമിൽ 6% ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ ടോട്ടൽ കിട്ടുന്നത് 6,750 രൂപയാണ്. ഈ 7%ൽ 100K എന്ന് പറഞ്ഞാൽ 100Kയിൽ ഒരു എമൗണ്ട് നമുക്കറിയില്ല, ആ ഒരു എമൗണ്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7% എക്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള തുക എന്തായിരിക്കും? 1,00,000 എക്സ് പോയാൽ ബാക്കി എന്താണ്? 1,00,000 100K മൈനസ് എക്സ് ആണ് ബാക്കിയുള്ളത് ഉണ്ടാവുക. അതിൽ 6% ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ കിട്ടുന്നത് 6,750 ആണ്. അപ്പോൾ എന്താ വയ്ക്കുക? 7% ഓഫ് എക്സ് പ്ലസ് ടോട്ടൽ 100K മൈനസ് എക്സ് ഇൻറ്റു 6% ഈക്വൽ ടു 6,750 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്കറിയാം 7% ഓഫ് എക്സും ഉണ്ട്, മൈനസ് 6% ഓഫ് എക്സും ഉണ്ട്. അപ്പോൾ 7% ഓഫ് എക്സ് എന്ന് 6% ഓഫ് എക്സ് കുറിച്ചാൽ 1% ഓഫ് എക്സ് കിട്ടി, 1% ഓഫ് എക്സ് കിട്ടി. അപ്പോൾ അത് ഇങ്ങനെ കാണാം, 1% ഓഫ് എക്സ് പ്ലസ് 100K ഇൻറ്റു 6% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100K അതേപോലെ എഴുതുക. 6% എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 100 ആണ്. ഈ 100ഉം താഴത്തെ 100ഉം മേലത്തെ 100ഉം കട്ട് ചെയ്താൽ K × 6 എന്ന് പറഞ്ഞാൽ 6,000 ആണ്. അപ്പോൾ 1% ഓഫ് എക്സ് പ്ലസ് 6,000 ഈക്വൽ ടു 6,750 എന്ന് കിട്ടി. ഈ 6,000 ലെഫ്റ്റ് സൈഡിലത് റൈറ്റ് സൈഡ് കൊണ്ട്. അപ്പോൾ 1% ഓഫ് എക്സ് എത്രയായി? 6,750 മൈനസ് 6,000 കിട്ടി 750. 1% ആണ് 750 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 100% എന്തായിരിക്കും? 750 ഇൻറ്റു 100. അപ്പോൾ എത്രയാണ്? 100% എന്ന് പറഞ്ഞാൽ 75,000 രൂപയാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 7% ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 75,000 രൂപയാണ്. അപ്പോൾ 6% ഇൻവെസ്റ്റ് ചെയ്തത് എത്രയായിരിക്കും? 1,00,000 നിന്ന് 75,000 കുറച്ച് 25,000 ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ കൂടി വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ കഴിഞ്ഞു. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, u എന്ന് പറഞ്ഞ മീറ്റർ പെർ സെക്കൻഡിലാണ്. അത് ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് അറ്റ് എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ്. ഇനി ടി എന്നുള്ള സെക്കൻഡിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v = u + at ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? അത് ടി എന്നുള്ള സെക്കൻഡിലാണ്. നമുക്കിവിടെ തന്നിട്ടുള്ള 2 റിലേഷനാണ്. ഒരു സെക്കൻഡിൽ പറഞ്ഞാൽ അറ്റ് t = 1 അതിൻ്റെ സ്പീഡ് v എന്ന് പറഞ്ഞാൽ 5 മീറ്റർ സെക്കൻഡ്. അപ്പോൾ 5 = u + t ആണ് ഒന്നാമത്തെ ഇക്വേഷന്. അതേപോലെ തന്നെ t = 5 സെക്കൻഡ്. t = 5 സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 13 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 13 = u + at. എ എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5t 5t എന്ന് കിട്ടി. 5a 5a എന്ന് കിട്ടി. ഒന്നാമത്തേൽ ടി 1 ആണ്. അപ്പോൾ u + a യും കിട്ടി. രണ്ടാമത്തെ 13 = u + 5a എന്നും കിട്ടി. അപ്പോൾ എൻ്റെ ഉത്തരം കാണാം ഫസ്റ്റ്. അത് എന്നിട്ട് അത് യുലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഈ 2 ഇക്വേഷനും കൂടി സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ മൈനസ് ചെയ്യുക. അപ്പോൾ 13 - 5 = u - u എന്താണ്? 0. 5a - 1a കിട്ടി. അപ്പോൾ 13 ന്ന് 5 കുറച്ചാൽ എത്രയാണ്? 3 കുറച്ച് 8. 8 = 5a - 1a 4a എന്ന് കിട്ടി. 8 ആണ് 4a. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ്? 8/4. 2 a എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ എ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് 5 = u + a ആണ്. അപ്പോൾ u എന്തായിരിക്കും? 5 - a ആണ്. 5 - 2 എന്താണ്? 3. അപ്പോൾ u എന്ന് പറഞ്ഞത് 3 ആണ്, a എന്ന് പറഞ്ഞത് 2 ആണ്. കണ്ടോ? സ്പീഡ് അറ്റ് ഇൻക്രീസിങ്. വാട്ട് ആസ് സ്റ്റാർട്ടിംഗ് സ്പീഡ്? സ്റ്റാർട്ടിംഗ് സ്പീഡാണ് u എന്ന് പറയുന്നത്. അത് എത്രയാണ്? 3യും. അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് a എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി 2 ഇക്വേഷൻസ് എന്നുള്ള രണ്ടാമത്തെ ഹെഡിങ് ആണ് ഈ ചാപ്റ്ററിലത്തെ അവസാനത്തെ ടോപ്പിക്കാണ്. 2 ഇക്വേഷൻസ് ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു.